ഞങ്ങൾ ലക്ഷദ്വീപിൽ പോവുകയാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലക്ഷദ്വീപിലേക്ക് ഞാൻ 2018 ലാസ്റ്റ് പോയത്. ഇപ്പോൾ എത്ര വർഷമായി? 6 വർഷത്തിന് ശേഷമാണ് പോണത്. പിന്നെ ഞാനന്ന് പോയത് മിനിക്കോയ്, കവരത്തി, കൽപ്പേനിയാണ്. അഗത്തിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ വിമാനത്തിൽ ലക്ഷദ്വീപിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. വിമാനത്തിൽ പോകണമെന്ന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ വിമാനം ദ്വീപ് പോയി ഇറങ്ങുന്നത് കാണാൻ രസമായിരിക്കും തോന്നുന്നു. പിന്നെ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പറവകളും. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തി താമസിച്ച് നാളെ രാവിലെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ പറവകളുമായിട്ടുള്ള മൂന്നാമതല്ല, കുറേ ബാച്ചുകൾ പറവയുടെ പോയിട്ടുണ്ട്. ഞാൻ തന്നെ 2 ബാച്ചിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഞാനില്ലാതെ കുറേ ആൾക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, ചെറുതും വലുതായിട്ടുള്ള ഗ്രൂപ്പ്സ്. ഞങ്ങളിവിടെ ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കള്ളന്മാരൊന്നും വരാൻ നിൽക്കണ്ട. കാരണം ഞങ്ങളുടെ പട്ടികളെ 2നെയും വിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് കള്ളന്മാരെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ വീണ്ടും നെടുമ്പാശ്ശേരിയിലെത്തി. ഞങ്ങൾ ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നെടുമ്പാശ്ശേരി വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിലെ ഒരു പ്രഭാതം പൊട്ടി വിരിയുന്നത് കാണിക്കാൻ നോക്കണ്ട. പക്ഷേ ഇതെന്താ ക്യാമറ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ക്യാമറ ഒക്കെ അടിച്ചു പോയോ? എന്തേ? അല്ലല്ല, ടെർമിനൽ 1. വരും. അയ്യോ, വണ്ടി. സോ വീണ്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇന്ന് പോകുന്നത്. സാധാരണ നമ്മളെപ്പോഴും ഡൽഹി അല്ലെങ്കിൽ ഹൈദരാബാദ് ആ സൈഡിലേക്കാണ് പോകാറ്. പക്ഷേ ഇപ്പോൾ നേരെ കടലിലേക്കാണ് പോകുന്നത്. ലക്ഷദ്വീപിൽ പോവുകയാണ് 9 മണിയുടെ ഫ്ലൈറ്റിൽ. അലയൻസ് എയർ പറവയുടെ ടീമും പിന്നെ ഞാനും ഫാമിലി സായിദും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ 4 ദിവസം ഇനി അവിടെയാണ്. കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ 2018 ലാസ്റ്റ് ലക്ഷദ്വീപിൽ പോയതിനു ശേഷം അന്ന് കപ്പലിലാണ് പോയത്. വീണ്ടും പോകുന്നു. ലല്ല, ജംഷി, അബി, പിന്നെ അവിടുത്തെ കുറേ ആൾക്കാർ അവരെ കാണാൻ പോകുന്നു. പിന്നെ അഗത്തിയിൽ ഞാൻ പോയിട്ടില്ല. മിനിക്കോയി, കവരത്തി, കൽപ്പേനി, ആന്ധ്രോത്ത് അവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ അഗത്തിയിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്രാവശ്യം സ്കൂബ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂബ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 ടൈംസ് പോയിരുന്നു ലക്ഷദ്വീപിൽ. അപ്പോൾ അടുത്തടുത്ത് 2 ആഴ്ച വ്യത്യാസത്തിലാണ് 2 ടൈംസും പോയത്. 2018 ഫെബ്രുവരി ആൻഡ് മാർച്ച്. അപ്പം ഫസ്റ്റ് ടൈം പോയപ്പോൾ വിചാരിച്ചു സെക്കൻഡ് ടൈം വരുന്നുണ്ടല്ലോ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. കാരണം നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻറ്റ് വേണമല്ലോ. പക്ഷേ നെക്സ്റ്റ് ടൈം ചെന്ന സമയത്ത് കറണ്ട് കാരണം, അതായത് വാട്ടർ കറണ്ട് കറക്റ്റ് അല്ലെങ്കിൽ സ്കൂബ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് കുറച്ച് കറണ്ട് കൂടുതലായിരുന്നു. അതുകൊണ്ട് സ്കൂബ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ സ്കൂബ ചെയ്യണം. ഞങ്ങളുടെ ടീമിനെ കാണിക്കാം. വലസിലെ ചേച്ചി, ഗോപിയേട്ടൻ, സുമ ചേച്ചി, ലിൻ്റെ ചേച്ചി, ഇവരൊക്കെ നമ്മുടെ കൂടെ കാശ്മീർ വന്നതാണ്. പിന്നെ ഈ ചേച്ചിമാരൊക്കെ പുതിയ ചേച്ചിമാർ, അവരൊക്കെ കാശ്മീർ വരുന്നുണ്ട് മാർച്ചിൽ. പിന്നെ നഫീസ താത്ത, എമി, താര ചേച്ചി ഉണ്ട്. ഇപ്രാവശ്യം നന്ദേട്ടനും വന്നിട്ടുണ്ട്. ഹായ് എമി. ഓ, നിങ്ങൾ ട്വിന്നിങ് ആണല്ലോ. കുഞ്ഞിയുടെ ഫ്രണ്ട് തന്നെ നഫീസ ടീച്ചർ. താര ചേച്ചി, എമിക്ക് ഓർമ്മ ഉണ്ടോ? എമി ഈ എയർപോർട്ടിൽ ഫസ്റ്റാണ്. എമി പിന്നെ പോയത് ചെറിയ കുട്ടിയാകുമ്പോൾ. എമി 2 ഇയേഴ്സിലുമാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് പോയത്. പക്ഷെ അത് ഫ്ലൈറ്റിൽ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടായിരുന്നു. ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരാണ് ഞങ്ങൾ അന്ന് പോയത്. അന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഓർമ്മ ഉള്ളതിന് മുന്നേ ചെയ്ത കാര്യങ്ങളൊന്നും എമിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് എമി പറയുന്നത്. 2 years old, 5 years old, യെസ്, എമി നിങ്ങൾ ഒരുമിച്ച് നിന്നേ. നിങ്ങൾ ട്വിന്നിങ് ഒരു ഫോട്ടോ എടുക്കട്ടെ. ട്വിന്നിങ് ഒരുമിച്ച് നിൽക്കുക. ഒരു ട്വിന്നിങ് ഫോട്ടോ എടുക്കട്ടെ. എമി ഒരു ഫോട്ടോ എടുക്കട്ടെ. യെസ്, ഒരുമിച്ച് ഇവ നിൽക്ക്. യെസ്, നമ്മൾ എവിടെയാണ് പോകുന്നത്? കൊണ്ടോട്ടിയല്ല, വി ആർ ഗോയിങ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ പോവാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത് ഒരു ചെറിയ ഫ്ലൈറ്റ് ആട്ടോ. അതിലാകെ ഒരു റോയിൽ 4 സീറ്റ് മാത്രമേ ഉള്ളൂ. ആകെ 72 സീറ്റാണ് ഈ ഫ്ലൈറ്റിലുള്ളത്. സോ ഞങ്ങളിവിടുന്ന് ബോർഡ് ചെയ്തു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ യാത്ര.